വാട്സ്ആപ്പ് ഗായ്സ് 12 മീഡിയയുടെ സിംഗപ്പൂർ സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. നമ്മൾ സിംഗപ്പൂരിലേക്ക് ഇന്ന് എത്തിയുള്ളൂ. നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ നമ്മൾ സിംഗപ്പൂരിലേക്ക് വരുന്നതിൻ്റെ കാര്യം, നമ്മളെങ്ങനെ സിംഗപ്പൂരിലേക്ക് വന്നതിൻ്റെ വിസ കാര്യങ്ങൾ, ഐറ്റിനറി, അതുപോലെ ഇവിടുത്തെ ചങ്കി എയർപോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം ചെയ്ത് സിംഗപ്പൂർ രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മൾ ഇന്നുള്ളത് ചൈന ടൗണിലാണ്. കൂടെ ഹജു ഉണ്ട്, അതുപോലെ ആകാശ് ബ്രോയും ഉണ്ട്. അപ്പോൾ നമുക്ക് ചൈന ടൗണിലൂടെ നടന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഈ ഒരു സിംഗപ്പൂരിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ചൈനീസ്, മലയാളിയിൽപ്പെട്ട ആളുകളാണ്. അതായത് മലേഷ്യ കൺട്രിയിലുള്ള ആളുകളാണ്. നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള, അതുപോലെ ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴ് ആ ഒരു ആളുകളാണ് ഈ ഒരു സിംഗപ്പൂരിൽ കൂടുതലായിട്ടുള്ളത് കേട്ടോ. ഒഫീഷ്യൽ ലാംഗ്വേജ് ഒരു 3 എണ്ണം ഉള്ളത്. ഒന്ന് തമിഴ്, അതിലൊന്ന് തമിഴാണ്, പിന്നെ ഒന്ന് ചൈനീസാണ്, പിന്നെ നമ്മുടെ നോർമൽ ഇംഗ്ലീഷ്. ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് തന്നെയാണ് ഇവിടുത്തെ സിംഗപ്പൂരിൻ്റെ ലാംഗ്വേജ്. പക്ഷേ ഇവിടെ ഈ ഒരു 3 വംശജരുള്ളതുകൊണ്ട് ഇവിടുത്തെ 3 ലാംഗ്വേജും ഇവിടെ മെയിനാണ്. ഇത് ഈ ഒരു ചൈന ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ചൈനീസ് ടൗൺ അല്ലേ, ചൈന ടൗൺ. ഇവിടെ ഈ ഒരു എന്താ പറയുക, കൂടുതലായിട്ടും ഈ ചൈനീസ് ആളുകളായിരിക്കും കൂടുതലുണ്ടാവുക. അവർക്ക് പറ്റിയിട്ടുള്ള ഷോപ്പിംഗ് സ്ട്രീറ്റുകൾ, ഫുഡ്, അതുപോലെ സംഭവങ്ങളൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. അതുപോലെ ഇന്ത്യൻസിന് പറ്റിയ ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഉണ്ട്. അങ്ങോട്ടൊക്കെ നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ കമ്മ്യൂണിറ്റി ഡേയ്സിൽ നമ്മൾ ലിറ്റിൽ ഇന്ത്യയിലും പോകും. ഇവിടെ ഇന്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ് ഉണ്ടാവുക. ഓക്കെ, നമുക്ക് ഈ ചൈന ടൗണിലൂടെ നടന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാട്ടെ. ഇവിടെ ഒരുപാട് എന്താ പറയുക സംഭവങ്ങളൊക്കെ, ഇതൊക്കെ കീ ചെയിൻസാണ്, സുവനീസാണ്. നമുക്ക് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകാം സിംഗപ്പൂരിൻ്റെ ഓർമ്മക്കായിട്ട്. സിംഗപ്പൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗപ്പൂർ ഇസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് സിറ്റി എന്നാണ് പറയുക. കാരണം ഇവിടെ എല്ലാത്തിനും നല്ല പ്രൈസാണ്. നമ്മുടെ നാട്ടിലെ പ്രൈസ് വെച്ച് ഇവിടെ കമ്പയർ ചെയ്യരുത്. മോസ്റ്റ് എക്സ്പെൻസീവ് സിറ്റിയാണ്. ഇവിടുത്തെ ലിവിങ് കോസ്റ്റും വളരെ ഹൈ ആണ്. സോ ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഗുഡ് പാക്കേജ് തന്നെയാണ്. ഹൈ സാലറിയും കൂടിയാണ് ഇവിടെ കേട്ടോ. ലിവിങ് കോസ്റ്റ് കൂടുതലാണെങ്കിലും എന്തായാലും നമുക്ക് നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ സിംഗപ്പൂരിനെ പറ്റിയുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ ആയിട്ടാണ് നമ്മുടെ വ്ളോഗ് മുന്നോട്ട് പോകുന്നത്. ലെറ്റ്സ് ഗോ. ഇതൊരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇതാണ് കേട്ടോ ടാക്സി പോയിന്റ്. നമ്മൾ ബുക്ക് ചെയ്ത ടാക്സീസൊക്കെ ഇവിടെയാണ് വരിക. ടാക്സീസിന് മാത്രമായിട്ട് ഇവിടെ ഒരു മെഴ്സിഡീസ് കിടക്കുന്നുണ്ട്. അടിപൊളി ബ്ലൂ കളറിലൊരു കിട്ടുന്ന സാധനം. നമ്മൾ ചൈന ടൗണിലൂടെ അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടൊരു ടെമ്പിൾ കാണുന്നുണ്ട്. നമ്മൾ ദ്രവീഡിയൻ സ്റ്റൈലുള്ള ഒരു ടെമ്പിൾ. നമ്മുടെ സ്ട്രീറ്റിനെ ടെമ്പിൾ സ്ട്രീറ്റ് വിളിക്കുന്നത്. യെസ്. ഇവിടെ ഈ ഒരു കോവിലിൽ നിന്ന് ഒരുപാട് പേര് ഇറങ്ങി വരുന്നുണ്ട്. ആകാശപുരത്ത് മാരിയമ്മൻ കോവിൽ തന്നെയാണ്. യെസ്. ശ്രീ മാരിയമ്മൻ ടെമ്പിളാണ് കേട്ടോ ഇത്. മാരിയമ്മൻ കോവിൽ. ഒരുപാട് ആളുകൾ അതിനകത്ത് പോയി തൊഴുത്തിട്ടൊക്കെ വരുന്നുണ്ട്. അജു പോകുന്നില്ലേ? ചെല്ലടാ. ഇത് ചൈന ടൗണിൽ തന്നെയുള്ള ടെമ്പിൾ സ്ട്രീറ്റാണ്. നമ്മൾ വല്ല ഫുഡ് എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണിപ്പോൾ. ഫുഡ് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം ബാക്കി കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചൈന ടൗണിൽ വന്നിട്ട് നല്ല വിശന്നപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ വന്നിട്ടോ. സ്പൈസ് ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ ഇന്ത്യൻ, ചൈനീസ് എല്ലാ ക്യൂസിൻസും അവൈലബിൾ ആണ്. നൂഡിൽസും ഉണ്ട്, അതുപോലെ ചിക്കൻ ബിരിയാണിയും ഉണ്ട്, പപ്പടമൊക്കെ ഉണ്ട് കേട്ടോ. ചൈന ടൗണിൽ നമ്മൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റിലെ മെനു ആണ് കേട്ടോ. ഇതൊക്കെയാണ് ഫുഡിൻ്റെ പ്രൈസൊക്കെ വരുന്നത്. ഏകദേശം ഒരു സിംഗപ്പൂർ ഡോളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു 65 രൂപയൊക്കെ വരും. ഇങ്ങനെയൊക്കെ പ്രൈസസ് വരുന്നത്. നമ്മൾ പാക്കേജിൽ നിന്ന് എടുക്കാതെ ഇങ്ങോട്ടേക്ക് വരുന്നവർക്കുള്ള ഒരു ഇൻഫർമേഷനാണിത് കേട്ടോ. നിങ്ങൾക്കൊരു ഫുഡിൻ്റെ ഒക്കെ എത്ര എക്സ്പെൻസ് വരും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഈ ഒരു മെനുവിൻ്റെ, നിങ്ങൾ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ നോക്കി, ഡിഷിൻ്റെ പേരൊക്കെ നോക്കി നിങ്ങൾക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാക്കാൻ പറ്റും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ. അതിന് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്.
ഇതാണ് നമ്മുടെ ടാക്സി ബുക്ക് ചെയ്യുന്ന ആപ്പ് കേട്ടോ. ഓല അതുപോലെ ഊബറൊക്കെ പോലെ. ഗൊജക് എന്നാണ് അതിൻ്റെ പേര്. GOJEK ഗൊജക് എന്നാണ് നമ്മുടെ ഈ ഒരു ആപ്പിൻ്റെ പേര്. ഇത് വെച്ചിട്ടാണ് നമ്മളിവിടെ ബുക്ക് ചെയ്യുക കേട്ടോ. ഇവിടെ നമ്മളെ ഡെസ്റ്റിനേഷൻ കൊടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷനിലേക്ക്, അതായത് നെക്സ്റ്റ് ഇവിടെ ഒരു ടാക്സി പോയിന്റ് ഉണ്ട്, അങ്ങോട്ടേക്ക് ടാക്സി വരും. ഓക്കെ. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് വീണ്ടും നമ്മുടെ സ്ട്രീറ്റിലൂടെയുള്ള വാക്കിംഗ് തുടങ്ങി കേട്ടോ. നമ്മൾ സ്പൈസ് ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ച് ചൈന ടൗണിലുള്ളത്. അയ്യോ സൂപ്പർ. ഇത് മൊണാസ്ട്രി എന്താണെന്ന് തോന്നുന്നത് കേട്ടോ. യെസ്, മൊണാസ്ട്രി തന്നെയാണ്. നമ്മളിപ്പോൾ കഴിച്ച ഫുഡ് അറൗണ്ട് ഒരു 3K ഒക്കെ ആവും കേട്ടോ. 3K ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചത്. സിംഗപ്പൂർ ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് ലിവിങ് കോസ്റ്റ് വളരെ ഹൈ ആണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഒരു ഡബിൾ ഡെക്കർ ബസ് പോകുന്ന നോക്കിയാൽ അറ്റ് സ്കൂൾ. നമ്മൾ സിംഗപ്പൂർ ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മൾ ക്യാഷ് വീശ റെഡി ആയിട്ട് വേണം സിംഗപ്പൂരിലേക്ക് വരാൻ കേട്ടോ. അതൊരു ഇൻഫർമേഷനാണ്. നമ്മൾ എന്താ പറയുക, നമ്മൾ ബഡ്ജറ്റ് ട്രാവലേഴ്സൊക്കെ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഇതൊരു ഇൻഫർമേഷനായിട്ട് കൂട്ടിയാൽ മതി. ഓക്കെ, നമുക്ക് മൊണാസ്ട്രീൻ്റെ അകത്ത് കയറിയാലോ. നല്ല ഫ്ലവറെല്ലാം ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഭയങ്കര ആംബിയൻ്റ് ആണ് കേട്ടോ ഇതിൻ്റെ അകം. വാവ്, ഇവിടെ കുറേ സുവനീറുകളൊക്കെ ഉണ്ട്. കുറേ ലോഹ പ്രതിമകളുണ്ട് കേട്ടോ. ഇവിടെ പ്രയേഴ്സ് എന്തോ നടക്കുവാന്നേ. The Vows of Agalanta. ബോധി മൈൻഡിൻ്റെ ഒക്കെ ആചാര്യന്മാരുടെ കുണ്ടലി വിദ്യരാജ. ബുദ്ധിസത്തിൻ്റെ വിസ്ഡം കിങ്ങാണ്. ഇവിടെ ഒരു എന്താ പറയുക പ്രതിമ ഉണ്ട് കേട്ടോ. ഒരു മോങ്കിൻ്റെ വൾനറബിൾ ജോ ഗ്വാങ് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഒറിജിനാലിറ്റി ഉള്ള കേട്ടോ. കൈയൊക്കെ നോക്കി കറക്റ്റ് ഒരു കൈ പോലെ തന്നെയുണ്ട്. ദ ടൂത്ത് റെലിക് ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മൊണാസ്ട്രിയിലാണ് നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്തത്. അതിൻ്റെ അകത്ത് ഒരുപാട് എന്താ പറയുക, ഇവിടെ പ്രേയേഴ്സ് എന്തൊക്കെ നടക്കുവാണ്. ഒരുപാട് പ്രതിമകളും സ്റ്റാച്യൂകളും അതുപോലെ ഇവിടെ ബുദ്ധിസവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളും ഫലകങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. റിയലി നൈസ് പ്ലേസ്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇടാട്ടോ. നല്ല പ്രാർത്ഥനയൊക്കെ ആയിട്ട് നല്ലൊരു, അപ്പോഴും നല്ലൊരു ആംബിയൻ്റ് ആയിട്ടുള്ളൊരു സൗണ്ടാണ് അതിൻ്റെ അകത്ത്. നമുക്ക് ഇവിടെ നിന്ന് നടക്കാം, നമുക്ക് സ്ട്രീറ്റിലൂടെ അങ്ങനെ നടക്കാം. ഇത് ബസ് നിർത്തുന്ന പോയിൻ്റാണ്. ഏകദേശം 40-50 കിലോമീറ്റർ റേഡിയസ് മൊത്തം ഈ ഒരു സിംഗപ്പൂർ എന്ന് പറഞ്ഞ കൺട്രി തന്നെ ഉള്ളൂ കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ നേരത്തെ കയറിയ ആ ഒരു മൊണാസ്ട്രി. നൈസാണ് കേട്ടോ. നല്ല വലിയൊരു 4 അതുപോലെ 3 സ്റ്റോറി ബിൽഡിംഗ് ഇത്. ഇവിടുന്ന് മൊണാസ്ട്രിയുടെ ആംഗിൾ നല്ല ഭംഗിയാണ് കേട്ടോ. അതുകൊണ്ട് 2 ഫോട്ടോ നമ്മൾ ഇവിടുന്ന് എടുത്ത് നമ്മളങ്ങനെ നടന്നൊരു മാക്സ്വെൽ റോഡ് എത്തിയിട്ടുണ്ട്. ഇവിടെ മാക്സ്വെൽ MRT സ്റ്റേഷൻ്റെ അടുത്ത്, ഫെയർഫീൽഡ് ചർച്ചിൻ്റെ അടുത്ത് അല്ലേ. ഇത് കുഞ്ഞൊരു സ്ഥലമായതുകൊണ്ട് ഏതൊരു ചെറിയ റോഡിനോ ഒരു സ്ട്രീറ്റോ അല്ലെങ്കിൽ ഒരു റോഡോ ഒരു പേരുണ്ട്. കുഞ്ഞൊരു രാജ്യമായതുകൊണ്ട് തന്നെ. ഇതൊരു ചൈനീസ് ഫുഡ് ടൗണാണ്, അതായത് ഒരു ചൈനീസ് ഫുഡ് സ്ട്രീറ്റാണ് അത്. അങ്ങോട്ട് നമ്മളിപ്പോൾ പോവാം. ഇവിടെ ഒരു പ്രത്യേക ഒരു ബിൽഡിംഗ് ഉണ്ട് ഫുള്ളായിട്ട്.
ബിൽഡിങ്ങിൻ്റെ പുറം മൊത്തം ഈ ചെടി വെച്ച് ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിൽഡിങ്ങിന് അങ്ങോട്ടൊക്കെ പോകുന്നത്. അത് പോയി കണ്ടിച്ച് വരാം. ഈ സ്ട്രീറ്റിലെ ഈ ഒരു ബിൽഡിങ്സൊക്കെ നോക്കി ഒരു രക്ഷയില്ലാത്ത ഭംഗിയുണ്ട്. ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, ഈ ഒരു ലൈറ്റ് ഓറഞ്ച് പോലെ ഷെയ്ഡിൽ കാണുന്നത്, ഇത് 1903 ബിൽഡ് ചെയ്തിട്ടുള്ള ഇതാണ് കേട്ടോ. ഇപ്പോഴും ഒരു വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകും. ഈ ബ്ലൂ കളറിൽ പോകുന്നൊക്കെ ഇവിടുത്തെ ടാക്സിയാണേ. യമഹ FZ പോകുന്നത്. നമ്മളിങ്ങനെ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ വെൻഡിങ് മെഷീൻ ഉണ്ട്. ഇതിൽ സെലക്ട് ചെയ്തേ കോയിൻ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തണുപ്പുണ്ട്. ഇത് നല്ല ചൂടാണ് ഇവിടെ. ഹ്യൂമിഡിറ്റി കൂടുതലാണ്, അതുകൊണ്ട് നല്ല ചൂടാണ്. എയർക്ക് നമ്മൾ പെട്ടെന്ന് സ്വെറ്റാവും. ഞാൻ ഹുഡീസ് ഇട്ടുകൊണ്ട് നല്ല സ്വെറ്റാവും. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന എല്ലാം കൊറിയൻ ജാപ്പനീസ് ഷോപ്പുകളാണ് കേട്ടോ. ഇവിടെ എല്ലാം കൊറിയൻ ടൈപ്പ് ഫുഡ്, അതുപോലെ ജാപ്പനീസ് ടൈപ്പ് ഫുഡൊക്കെ കിട്ടുന്ന സ്ട്രീറ്റ്സാണ്. ഇവിടെ എല്ലാം ഓരോ ഈ ഒരു ചൈന ടൗണിൽ തന്നെ ഓരോ സ്ഥലത്തും ഓരോ സ്ട്രീറ്റുകളാണ്. ജാപ്പനീസ്, അതുപോലെ കൊറിയൻ സ്ട്രീറ്റ്, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഇതിലൂടെ നടക്കുമ്പോൾ അതിൻ്റെ ബോർഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആ ഒരു ജാപ്പനീസ് ലാംഗ്വേജിലാണ് ഇവിടെയൊക്കെ ബോർഡ് കൊടുത്തിട്ടുള്ളത്. ഗോൾഫാണ് കേട്ടോ. നമ്മളങ്ങനെ ഇത്ര ദൂരം നടന്നു വന്നത് ഈ ഒരു ടവർ കാണാനാണ് കേട്ടോ. എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. കാരണം ബിൽഡിങ്ങിൻ്റെ ഔട്ട് സൈഡിൽ മൊത്തം ഒരു പ്ലാന്റ് ചെയ്തിട്ട് ഒരു യുണീക്കാക്കി വെച്ചേക്കുക. ഈ ഒരു ബിൽഡിങ്ങിനെ മൊത്തം ഇതുപോലെ അർബൻ ഫോറസ്റ്റ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ആ ഒരു ബിൽഡിങ്ങിൻ്റെ പുറത്തൊരു സെപ്പറേറ്റൊരു എന്താ പറയുക, ഇതുപോലെ പ്ലാന്റ്സ് ഗ്രോ ആവുന്ന രീതിയിലേക്ക് ഒരു കവറിങ് കൊടുത്തിട്ട് അതിൻ്റെ മേലെയാണ് ഈ ഒരു അർബൻ ഫോറസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സിംഗപ്പൂരിൽ മൊത്തം ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ചങ്കി എയർപോർട്ടിൽ കണ്ടത് ഉൾപ്പെടെ ഫുള്ള് അർബൻ ഫോറസ്റ്റ് വെച്ചിട്ടാണ്. ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മൈൻഡ് എങ്ങനെ ഈ ഒരു ടൗണിൽ, ഈ ഒരു വലിയൊരു സിറ്റിയിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു രീതിയിലേക്ക് ഇവിടെ അർബൻ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് പിടിച്ചിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും വലിയൊരു ഇനീഷ്യേറ്റീവ്. ഇവിടെ എവിടെ നോക്കിയാലും നമുക്കൊരു ഗ്രീനറിയാണ് സിംഗപ്പൂരിൽ കാണാൻ പറ്റുക. ഇതൊരു വലിയ ഹോട്ടലാണ്, ഓയേഷ്യ ഹോട്ടൽ. 2016 കേട്ടോ ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ഏകദേശം ഒരു 3 മണിയോടെ അടുത്ത സമയമായ നല്ല വെയിലൊക്കെ കുറച്ച് താന്ന് നല്ല പ്ലസൻ്റ് ആയിട്ടൊരു ക്ലൈമറ്റായി. ഇങ്ങനെയാണെങ്കിൽ നല്ല രസമാണ്. ഇവിടെ ഇടയ്ക്ക് മഴ പെയ്യും. മഴ പെയ്തില്ലെങ്കിൽ നല്ല ചൂടായിരിക്കും. ചൂടാണെങ്കിലോ നല്ല വിയർക്കുന്ന ചൂടാണ്. ചൂട് കുറവാണ്, പക്ഷേ ഹ്യൂമിഡിറ്റി ലെവൽ കൂടുതലാണ്. ഇതാണ് നല്ല സുഖമുണ്ടോ. ഞാൻ ആഴ്ചയൊക്കെ ആകാശ് പ്രോയ്ക്ക് ഇവിടെ ഇരുന്ന് കുറേ നേരം ഇങ്ങനെ സിംഗിൾ ആടി കൂളായി. നമ്മൾ നേരത്തെ കണ്ടിരുന്നല്ലോ ഒരു ഹോട്ടൽ. എന്താ ഹോട്ടലിൻ്റെ പേര്? റക്സാക്ക് എന്നല്ല, ഓയേഷ്യ. നമ്മൾ നേരത്തെ ആ ഒരു ഫുള്ള് പച്ചായിട്ട് എക്സ്റ്റീരിയറിലുള്ളൊരു ഒയേഷ്യ ഹോട്ടൽ കണ്ടിട്ടില്ല. അതിൻ്റെ അടുത്താണ് നമ്മളിരിക്കുന്നത്. തൊട്ട് ബാക്കിൽ ഈ കാണുന്നതാണ് ആ ഒരു ഒയേഷ്യ ഹോട്ടൽ. കണ്ടോ, ഈ കാണുന്നു. റോഡ് ക്രോസ് ചെയ്യണം നമുക്ക്. ഞെക്കി അപ്പം തന്നെ വരും.
ഇവിടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മളിത് പ്രസ് ചെയ്തിട്ട് വേണം ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സീബ്ര. അല്ലെങ്കിൽ ഇതുപോലെ പോസ്റ്റ് ഉണ്ടാവും, അതിൽ ബട്ടൺ ഉണ്ടാവും. റോഡ് നമ്മൾ നാട്ടിലെ പോലെ തലങ്ങ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫൈൻ കിട്ടും. അതുപോലെ ഇവിടെ ചൂയിങ്ങാൻ പാടില്ല, റോഡിൽ സ്പിറ്റ് ചെയ്യാൻ പാടില്ല, ലിറ്റർ ചെയ്യാൻ പാടില്ല, അതൊക്കെ ഫൈനാണ്. അപ്പോൾ ഉച്ചമരത്തിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ വണ്ടികൾക്കൊക്കെ ട്രാഫിക്കുള്ള പോലെ നമുക്കും ട്രാഫിക് കിട്ടും. സമയം ഏകദേശം 4 മണിയോളം ആയി. നമ്മളിനി റൂമിലേക്ക് പോവാണ്. നമ്മൾ സിംഗപ്പൂരിലേക്ക് വരുന്നതിൻ്റെ ഫസ്റ്റ് വ്ളോഗിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന വിസ, ഐനറി, എങ്ങനെയാണ് പാക്കേജ് എന്നുള്ള സിംഗപ്പൂരിലേക്ക് വരുന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സിംഗപ്പൂരിലേക്കുള്ള വിസയ്ക്ക് വെറും 4000 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സിംഗപ്പൂരിലേക്ക് വരാനുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സിംഗപ്പൂരിലെ കൂടുതൽ കാഴ്ചകളുമായിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ റമീസ് സൈനിങ് ഔട്ട് ഫ്രം 12B മീഡിയ. ബൈ.